നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി ഓഫ് മെറ്റൽസ് ആണ്. ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി ഓഫ് മെറ്റൽസിൻ്റെ 7 അസംഷൻസ് മാത്രം അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അത് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ചിട്ട് നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് ഇൻറ്റു സോളിഡ്സ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ദെൻ സെമി കണ്ടക്ടേഴ്സ്, ഇത് നമുക്ക് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് പിന്നീട് ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറിയും സോൺ തിയറിയും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ +2 പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക്കൽ കറണ്ടാണ്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രിക്കൽ കറണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് I എന്ന് വെച്ചിട്ടാണ്. യൂണിറ്റ് ആംബിയർ ആണ്. ആംബിയർ എന്ന് പറഞ്ഞാൽ മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ ഒക്കെ വരാം. ദെൻ വാട്ട് ഈസ് മീൻ ബൈ കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ദെൻ കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഓംസ് ലോ എല്ലാവർക്കും അറിയാം എന്താണ് ഓംസ് ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ the two ends of a conductor is directly proportional to current passing through it. That is, V is proportional to I. V is equal to IR. I is the current, V is the potential difference or voltage, R is the resistance. Then R resistance in the unit to ohm ആണ്, potential difference in the unit to volt ആണ്. Okay. Then next നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് മീൻസ് സിംപ്ലി ഇറ്റ് ഓപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്. ദെൻ from Ohm's law, resistance R is equal to V/I. Unit of resistance is ohm. Then we know that നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. Resistance R is proportional to length by area. Length of the conductor divided by area of the conductor. Then that is R is equal to rho L by A. That is, resistance depends on the length of the conductor and area of cross section of the conductor. So rho is the proportionality constant, and proportionality constant rho is known as the resistivity of the conductor. Resistivity of the conductor is purely a constant. That is, rho is equal to RA by L. എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് റെസിസ്റ്റിവിറ്റി എന്താണെന്നും കൂടിയും പറയാം. റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ എപ്പോഴാണ് റെസിസ്റ്റൻസ് ആവുന്നത്? റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ റോ ഈസ് ഈക്വൽ ടു R. ദാറ്റ് ഈസ് A ഈക്വൽ ടു 1 meter square and L ഈസ് ഈക്വൽ ടു 1 meter. So resistivity of a material defines the resistance of the material. Resistance of the material or conductor having unit length and unit area of cross section. Unit length and unit cross sectional area. That is, rho is equal to R. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ എന്നാണ്. കണ്ടക്ടിവിറ്റി സിഗ്മ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പം കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെറ്റ് us consider a conductor. ഓക്കെ, നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു. N be the number of electrons per unit volume. Number of electrons per unit volume. വോള്യത്തിന് നമുക്ക് എന്ത് പറയാം? നമുക്ക്
ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയാം. ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് ഈസ് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ മെറ്റൽസ് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ മെറ്റൽസ് എന്തായിരിക്കും? എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എൽ ബി ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് എ ബി ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. എൽ ബി ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് എ ബി ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ദ വോളിയം ഓഫ് ദി കണ്ടക്ടർ എന്തായിരിക്കും? വോളിയം ഓഫ് ദി കണ്ടക്ടർ ഈസ് എ ഇൻറ്റു എൽ ആയിരിക്കും, എ ഇൻറ്റു എൽ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ മെറ്റൽസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു വോളിയം. ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എൽ. എൻ ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, പെർ ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു പെർ യൂണിറ്റ് വോളിയത്തിലാണ് എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇൻറ്റു വോളിയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എ എൽ ആണ്. എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. സോ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് present in the material. Total number of charge, total number of electrons n കിട്ടി. That is total number of charge Q is equal to n into E ആയിരിക്കും. Number of electrons into charge of electron, n into E. E is the charge of the electron. Number of electrons into charge of electron ചെയ്താൽ total number of charge കിട്ടും. Total charge, total number of charge or total charge. So Q is equal to n എന്താണ്? n is equal to small letter n a l into E എന്ന് കിട്ടി. Q is equal to n a l into E. നമുക്കറിയാം I is equal to കറണ്ട് I is equal to Q by T ആണെന്ന്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കൊടുക്കാം? n a l e by T. ഓക്കെ, ദെൻ ലെങ്ത് ബൈ ടൈം നമുക്ക് എന്ത് പറയാം? ലെങ്ത് ബൈ ടൈമാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ലെങ്ത് ബൈ ടൈം. സോ ഐ ഈസ് ഈക്വൽ ടു എൻ എ ഇൻറ്റു ലെങ്ത് ബൈ ടൈമിന് നമുക്ക് വെലോസിറ്റി എന്ന് കൊടുക്കാം. അതിനെ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം ഇൻറ്റു ഇ. ഐ ഈസ് ഈക്വൽ ടു എൻ എ വി ടി ഇൻറ്റു ഇ എന്ന് കിട്ടി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമ്മൾ ചെയ്തത്, നമ്മൾ കൺസിഡർ ചെയ്ത മെറ്റൽ, അതിൻ്റെ ലെങ്ത് എല്ലാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അതായത് അതിന് നമ്മൾ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് കൊടുക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് കിട്ടി. Q is equal to I equal to n a v d into E. വി ഡി എന്ന് പറയുന്നത് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. വി ഡിനെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കണ്ടക്ടർ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലാണ്. നമ്മുടെ മെറ്റീരിയലിൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആറ്റംസിന് സറൗണ്ടിങ്സ് ആയിട്ട് നമ്പർ ഓഫ് നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ട്. നമ്പർ ഓഫ് നെഗറ്റീവ് ഇലക്ട്രോൺസ്, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും? റാൻഡംലി മൂവ് ചെയ്യും എന്ന് പറഞ്ഞു. റാൻഡംലി മൂവ് ചെയ്യും ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ E നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു ഡിറക്ഷനിൽ എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. എല്ലാതും ഒരേ ഡിറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അങ്ങനെ ഒരേ ഡിറക്ഷനിൽ മൂവ് ചെയ്താൽ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ എന്ത് ചെയ്യും? ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് കറക്റ്റായിട്ട് ഒരൊറ്റ ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ അപ്പം ഉണ്ടാവുന്ന ഇലക്ട്രോൺ മൂവ്മെൻറ്റ് കാരണമാണ് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ വി ഡി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ദി ഇലക്ട്രോൺസ് അക്വയർ സം വെലോസിറ്റി ആൻഡ് മൂവ് ഇൻ എ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. Okay, the directional motion of electrons due to the action of electric field is called drift velocity. The directional motion of electrons due to the action of electric field is called drift velocity. ഇനി നോക്കിയേ, ഡ്രിഫ്റ്റ് വെലോസിറ്റി കാരണം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി എപ്പോഴാണോ കൊളിഷൻ നടക്കുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് കംപ്ലീറ്റ്ലി. ഒരു കൊളിഷൻ നടന്നാൽ നമുക്കറിയാം, ഒന്നുമില്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ കൊളിഷൻ നടക്കും. അങ്ങനെ കൊളിഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലോസ് ചെയ്യും. വീണ്ടും ആഫ്റ്റർ ദാറ്റ് ഇലക്ട്രോൺസ് ഗെറ്റ്സ് ആക്സിലറേറ്റഡ് വൺസ് അഗെയിൻ ആൻഡ് ലൂസസ് ദി എനർജി അറ്റ് ദ നെക്സ്റ്റ് ടൈം. വീണ്ടും എന്ത് ചെയ്യും? അത് ഈ ഫ്രീ ഇലക്ട്രോൺസ് ആക്സിലറേറ്റഡ് ആവും. ആക്സിലറേറ്റഡ് ആയാൽ വീണ്ടും കൊളിഷൻ നടക്കും, വീണ്ടും നെക്സ്റ്റ് കൊളിഷൻ നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലാക്സേഷൻ ടൈം ടോ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടിയും പറയാം. റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ആവറേജ് ടൈം ബിറ്റ്വീൻ ദ സക്സസീവ് കൊളിഷൻ ആർ കോൾഡ് റിലാക്സേഷൻ ടൈം. സക്സസീവ് കൊളിഷൻസിനിടയിലുള്ള ആവറേജ് ടൈമിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഒരു വെലോസിറ്റി അക്വയർ ചെയ്തു. ആ വെലോസിറ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി കാരണം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് കൊളിഷൻ നടക്കും. കൊളിഷൻ നടക്കുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി 0 ആയി മാറും. ദെൻ വീണ്ടും എഗെയിൻ നമ്മൾ ഇലക്ട്രോൺസ് ആക്സലറേറ്റഡ് ആവും. ഓക്കെ, അങ്ങനെ സക്സസീവ് കൊളിഷൻസിനിടയിലുള്ള ആവറേജ് ടൈംസ്, ദി ആവറേജ് ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് കൊളിഷൻസ് ആർ കോൾഡ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കറണ്ടിന് ഇക്വേഷൻ കിട്ടി. I = NAVD × E. അപ്പോൾ വി ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ദെൻ നമ്മുടെ കറണ്ട് ഡെൻസിറ്റിയാണ് ജെ എന്ന് പറയുന്നത്. കറണ്ട് ഡെൻസിറ്റി ജെ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ജെ = കറണ്ട് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ I = NAVD × E ഡിവൈഡഡ് ബൈ എ ചെയ്താൽ ജെ എന്ത് കിട്ടും? NVDE കിട്ടും. A/A എന്ന് പറയുന്നത് 1 ആയിപ്പോയി. ഓക്കെ, സോ ജെ = N×VD × E. ഇക്വേഷൻ നമ്പർ 2. നിങ്ങൾ ചിലപ്പോൾ +2 ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ I = നാവ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. അപ്പോൾ VD എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. NA നാവ് എന്ന് നമുക്ക് കറണ്ടിന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. ദെൻ ദ ഇക്വേഷൻ N×VD × E. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് E≠0 ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് E≠0, ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഇലക്ട്രോൺ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ അവിടെ ഇലക്ട്രോണിന് മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺസ്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? F = E × E ആയിരിക്കും. F = E × E. E is the charge of the electron. E is the applied electric field. ഓക്കെ, ദെൻ നമ്മൾ എഫിന് പകരം MA, നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ F = MA കൊടുക്കുകയാണ്. അപ്പോൾ M × A = E × E എന്ന് കിട്ടും. ദെൻ A എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? A is the acceleration due to gravity ആണ്. അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ എപ്പോഴും എഴുതുന്നത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ നമ്മൾ പറയുന്ന വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഇലക്ട്രോൺസിന് ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റിയും നമ്മുടെ
ടൈം എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമുമാണ്. അപ്പോൾ എം ഇൻറ്റു വി ഡി ബൈ ടോ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ. ദെൻ വി ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ ഇവിടെ നിർത്തി. ദെൻ ഈ ടോ ഇവിടേക്ക് പോകുമ്പോൾ ഇൻറ്റു ടോ ആയി. ഈ എം ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എം ആയി. ഇക്വേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. ഇക്വേഷൻ നമ്പർ 3. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഇക്വേഷനും ഇക്വേഷൻ നമ്പർ 2 കറണ്ട് ഡെൻസിറ്റി ജെയുടെ ഇക്വേഷനാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇ ടോ ബൈ എം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ജെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 3 in 2. സബ്സ്റ്റിറ്റ്യൂട്ട് 3 in 2. That is J is equal to NE into VDക്ക് പകരം E ടോ ബൈ എം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? എൻ ഇ സ്ക്വയർ ഇ ടോ ബൈ എം. J is equal to current density J is equal to NE square E tau by M. That is equation number 4. ഇപ്പോൾ നമ്മുടെ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഓംസ് ലോ വെച്ച് B is equal to I into R ആണ്. R എന്ന് പറയുന്നത് R is equal to rho L by A ആണ്. അപ്പോൾ നമുക്ക് B is equal to I into rho L by A എന്ന് കൊടുക്കാം. B is equal to I into ആറിന് പകരം റോ എൽ ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി ബൈ എൽ ഈസ് ഈക്വൽ ടു ഫ്രം ദിസ് ഇക്വേഷൻ വി ബൈ എൽ ഈസ് ഈക്വൽ ടു ഐ റോ ഡിവൈഡഡ് ബൈ എ. ഐ ബൈ എ എന്ന് പറയുന്നത് എന്താണ്? ജെ ആണ്. അപ്പം വി ബൈ എല്ലിനെ നമ്മൾ ഇ എന്നാണ് പറയുന്നത്. വി ബൈ എൽ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. വി ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എൽ ഈസ് ദ ലെങ്ത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ് എന്ത്? നമ്മുടെ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ജെ റോ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു ജെ റോ. അങ്ങനെയാണെങ്കിൽ ജെ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ജെ ഈസ് ഈക്വൽ ടു ഇ ബൈ റോ. നമുക്കറിയാം 1 by rho എന്ന് പറയുന്നത് എന്താണ്? 1 by rho ഈസ് ദ സിഗ്മ. 1 by rho ഈസ് ഈക്വൽ ടു സിഗ്മ ഈസ് ദ കണ്ടക്ടിവിറ്റി. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. സിഗ്മ ഈസ് ദ കണ്ടക്ടിവിറ്റി. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ജെ ഉണ്ട്. അത് ജെ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ഇ ടോ ബൈ എം. അതേപോലെ തന്നെ ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇയും. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ ഇക്വേഷൻ നമ്പർ 4ഉം 5ഉം കൂടി ഇക്വേറ്റ് ചെയ്യുക ഓർ കമ്പയർ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 4 and 5 എന്താണ് കിട്ടുന്നത്? നമുക്ക് ഒരു സൈഡിൽ ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ ഉണ്ട്. ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ നമ്പർ 4 എൻ ഇ സ്ക്വയർ ഇ ടോ ബൈ എം. ഓക്കെ, സോ സിഗ്മ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ഇ ടോ ബൈ എം. ഇനി ഇവിടുത്തെ ഒരു ഇ ഡിവൈഡഡ് ബൈ ഇ ആയി. അപ്പോൾ ഈ ക്യാൻസൽ ചെയ്താൽ നമുക്ക് സിഗ്മ കണ്ടക്ടിവിറ്റിക്ക് ഇക്വേഷൻ കിട്ടി. എൻ ഇ സ്ക്വയർ ടോ ബൈ എം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ സിഗ്മ. ഇനി ഇക്വേഷൻ ഫോർ സിഗ്മ ഇൻ ടേംസ് ഓഫ് മൊബിലിറ്റി. നമുക്ക് ഇൻ ടേംസ് ഓഫ് മൊബിലിറ്റിയും കൂടി ഇൻ ടേംസ് ഓഫ് മൊബിലിറ്റി മ്യൂ കൂടി നമുക്ക് എന്ത് കാണണം? സിഗ്മയുടെ ഇക്വേഷൻ കാണണം. അപ്പം മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. സിഗ്മാൻ്റെ ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 നോക്കിയാൽ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ജെക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ജെ ഈസ് ഈക്വൽ ടു എൻ ഇ വി ഡി. അത് ഞാനിവിടെ ഒന്നുകൂടി എടുത്തെഴുതാണ്. ഫ്രം ഇക്വേഷൻ നമ്പർ 2
From equation number 2, J is equal to NEVD. J is equal to NEVD. J is the current density is equal to NEV. Then നമ്മുടെ equation number 5, J is equal to sigma E. J is equal to sigma E. അപ്പോൾ നമുക്ക് J is equal to from equation number 5 നമുക്ക് എന്ത് കിട്ടും? J is equal to sigma E എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് sigma is equal to NEVD എന്ന് എഴുതാം. ഓക്കെ, sigma equal to NEVD ആണെങ്കിൽ sigma is equal to എന്ത് എഴുതാം? NEVD by E എന്ന് എഴുതാം. ദെൻ VD ഡിവൈഡഡ് ബൈ E ആണ് നമ്മുടെ എന്ത് മൊബിലിറ്റി മ്യൂ എന്ന് പറയുന്നത്. മൊബിലിറ്റി മ്യൂ ഇക്വേഷൻ നമ്പർ 7. ഇക്വേഷൻ നമ്പർ 8. അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? NE മ്യൂ എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ സിഗ്മ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്നും കൂടി ജസ്റ്റ് റിവൈസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മൾ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു, അതിൻ്റെ ലെങ്ത് L ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. യൂണിറ്റ് വോളിയം ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് സ്മോൾ ലെറ്റർ N. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ N ഇൻറ്റു വോളിയമാണ്. സ്മോൾ ലെറ്റർ N ഇൻറ്റു വോളിയം. അപ്പോൾ N ഇൻറ്റു വോളിയം ചെയ്തപ്പോൾ നമുക്ക് A ഇൻറ്റു L കിട്ടി. ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയുന്നത് N ഇൻറ്റു AL കിട്ടി. ഇത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിയാൽ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് Q കണ്ടുപിടിക്കുക. Q കിട്ടിയാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ടിൽ നിന്ന് കറണ്ട് ഡെൻസിറ്റി എഴുതാം. കറണ്ട് ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് കിട്ടും. കറണ്ട് ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടിയാൽ അത് അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓംസ് ലോ വെച്ചിട്ട് V is equal to IR വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ഒരു ഇക്വേഷൻ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ, ഇതിന് മുൻപ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഫോഴ്സ് F is equal to E ഇൻറ്റു E വെച്ചിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതാം. F equal to MA വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ എഴുതുന്ന സമയത്ത് F equal to MA വെച്ചിട്ട് നമുക്ക് എഴുതി. അപ്പോൾ നമ്മൾ കറണ്ടിനുള്ള ഇക്വേഷൻ എഴുതി, കറണ്ട് ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതി. ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളൊരു ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ നമുക്കൊരു ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് ഫോഴ്സ് F is equal to E ഇൻറ്റു E ആണ്. എഫിന് പകരം MA കൊടുത്ത് എക്ക് പകരം വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ അവിടുന്ന് നമുക്കൊരു ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. I is equal to ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ J is equal to ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ V is equal to IR വെച്ചിട്ട് നമ്മുടെ ജെക്ക് വീണ്ടും ഒരു ഇക്വേഷൻ എഴുതി. കറണ്ട് ഡെൻസിറ്റി ജെക്ക് വേറൊരു ഇക്വേഷൻ എഴുതി. ദാറ്റ് ഈസ് J is equal to sigma E. B is equal to IR വെച്ചാൽ ആറിന് പകരം ρL/A കൊടുത്തിട്ട് അല്ലേ, R equal to ρL/A കൊടുത്താൽ നമുക്ക് J is equal to sigma E കിട്ടും. സിഗ്മ എന്തിൻ്റെയാണ്? ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റിവിറ്റി നമുക്ക് എഴുതാം. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനും കിട്ടും. അങ്ങനെ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മൊബിലിറ്റിയും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അത് ചെയ്ത് നോക്കുക. ഒന്നും ഇമ്പോസിബിൾ അല്ല, എല്ലാം നമുക്ക് പോസിബിളാണ്. നമ്മൾ ഇത്തിരി മനസ്സ് വെച്ച് ചെയ്താൽ മതി.